ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. 2 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിലെത്തി. ന്യൂഡൽഹിയിലെത്തിയ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് സ്വീകരിച്ചു. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് ശ്രീമതി ഷെയ്ഖ് ഹസീന വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അവർ ചർച്ച നടത്തും. കാനഡയിലെ ഖലിസ്ഥാനി പ്രവർത്തനങ്ങളിൽ നടപടിയെടുക്കാൻ കാനഡ സർക്കാരിനോട് ഇന്ത്യ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. ദലൈലാമ ഏറെ ബഹുമാനിക്കപ്പെടുന്ന ആത്മീയ നേതാവാണെന്നും ഇന്ത്യയിലെ ജനങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുവെന്നും ദലൈലാമയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കവെ ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. GST കൌൺസിലിന്റെ 53ാമത് യോഗം നാളെ നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ കൌൺസിൽ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിലാണ് ചേരുന്നത്. അതിനിടെ കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ കർഷക സംഘടനകളുടെ പ്രതിനിധികളുമായും കാർഷിക സാമ്പത്തിക വിദഗ്ധരുമായും കൂടിക്കാഴ്ച നടത്തി. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ പ്രതിനിധികളുമായും ധനമന്ത്രി ചർച്ച നടത്തി. ആഗോള നന്മയുടെ സുശക്ത മാധ്യമമായി ലോകം യോഗയെ വീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശാരീരികവും മാനസികവും ആത്മീയവുമായ വളർച്ചയെ പരിപോഷിപ്പിക്കുന്നതിൽ യോഗയുടെ പ്രാധാന്യം എടുത്തുകാണിച്ച് 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ഇന്ന് ലോകമെമ്പാടും ആചരിച്ചു. ജമ്മു കശ്മീരിലെ ശ്രീനഗറിലെ ഷേർ-ഇ-കശ്മീർ ഇന്റർനാഷണൽ കോൺഫറൻസ് സെന്ററിൽ ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന രാജ്യത്തെ പ്രധാന ചടങ്ങിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകി. എംബസികളും വിദേശത്തുള്ള ദൌത്യ സംഘങ്ങളും ആഗോളതലത്തിൽ യോഗയുടെ സ്വാധീനം പ്രതിഫലിപ്പിക്കുന്ന ആഘോഷങ്ങളിൽ പങ്കുചേർന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിർവഹിച്ചു. കേന്ദ്ര ടൂറിസം മന്ത്രാലയം കോവളത്തെ കേരള ആർട്സ് ആന്റ് ക്രാഫ്റ്റ്സ് വില്ലേജിൽ സംഘടിപ്പിച്ച യോഗ പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലും അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു. ദേശീയ ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ യോഗാഭ്യാസ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കേരളത്തിൽ അവയവക്കടത്ത് സംബന്ധിച്ച് 2 പരാതികൾ ലഭിച്ചതായും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. അവയവക്കടത്ത് മാഫിയയുമായി എറണാകുളത്തെ 2 സ്വകാര്യ ആശുപത്രികൾക്ക് ബന്ധമുണ്ടെന്ന മലപ്പുറം സ്വദേശിയുടെ പരാതിയും തിരുവനന്തപുരത്ത് അനധികൃത അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തിയെന്ന മറ്റൊരു പരാതിയുമാണ് ലഭിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം നിയമസഭയെ അറിയിച്ചു. ഒളിവിൽ കഴിയുന്ന പ്രധാന പ്രതി മധു ജയകുമാറിനെ കണ്ടെത്താൻ ഇന്റർപോൾ വഴി ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള നടപടികളിലാണ് പോലീസെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 18ാം ലോക്സഭയിലെ പ്രോടെം സ്പീക്കറായി കൊടിക്കുന്നിൽ സുരേഷ് എംപിയെ നിയമിക്കാത്തതിൽ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാർലമെന്ററി കീഴ്വഴക്കങ്ങൾ ലംഘിച്ച് പ്രോടെം സ്പീക്കറെ നിയമിച്ച നടപടി പ്രതിഷേധാർഹമാണെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. പാർലമെന്റിലെ ഏറ്റവും മുതിർന്ന അംഗം കൊടിക്കുന്നിൽ സുരേഷിന് പ്രോടെം സ്പീക്കർ പദവി നിഷേധിച്ചത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ബിജെപിക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ പോലും പാർലമെന്ററി കീഴ്വഴക്കങ്ങൾ ലംഘിക്കുന്നത് ജനവിധിയോടും രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥിതിയോടുമുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം ആരോപിച്ചു. പ്രോടെം സ്പീക്കറായി ഭർതൃഹരി മഹ്താബിനെ തെരഞ്ഞെടുത്തതിനെ എതിർക്കുന്ന കോൺഗ്രസിനെ വിമർശിച്ച് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. പ്രോടെം സ്പീക്കർ ചുമതല താൽക്കാലികമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഭർതൃഹരി മഹ്താബ് തുടർച്ചയായി 7 തവണ ഇടവേളയില്ലാതെ ലോക്സഭയിൽ അംഗമാണെന്നും സുരേഷ് കൊടിക്കുന്നിൽ 1998ലും 2004ലും അംഗമായിരുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ മറ്റന്നാൾ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്ക മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ ബാറ്റിംഗിനയച്ചു. 9 ഓവർ പിന്നിടുമ്പോൾ ദക്ഷിണാഫ്രിക്ക വിക്കറ്റൊന്നും നഷ്ടമാകാതെ 80 റൺസ് എടുത്തിട്ടുണ്ട്. രോഗികളുമായി ചുരമിറങ്ങേണ്ടി വരുന്ന വയനാട്ടിലെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്നതിന് പ്രഥമ പരിഗണന നൽകുമെന്ന് നിയുക്ത മന്ത്രി OR കേളു. പരമാവധി ചികിത്സ ജില്ലയിൽ തന്നെ ഉറപ്പുവരുത്താനാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.